നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ശാസ്താ കോളനിയിൽ കനാലോരം തകർന്നു കിടക്കുന്നത് മൂലം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരിസരവാസികൾ പറയുന്നു. ഇവിടെ ആദ്യം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പോൾ കിടക്കുന്നത്. സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഇതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്ന് പരിസരവാസികൾ പറയുന്നു. മാത്രമല്ല, പരിസരത്തെ പലരും ഇതിലൂടെ ഇറങ്ങി കനാലിലേക്ക് മാലിന്യം വലിച്ചെറിയുകയാണെന്നും ദുർഗന്ധം മൂലം പരിസരത്ത് ഇരിക്കാൻ കഴിയുന്നില്ലെന്നും ഒരു വീട്ടമ്മ പറയുന്നു. എത്രയും വേഗം ഇതിനൊരു നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടിഞ്ഞുപൊളിഞ്ഞ ഭാഗങ്ങൾ വൃത്തിയാക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തുക, ഇവിടെ ഒരു CC ക്യാമറ സ്ഥാപിക്കുക എന്നൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യം. പലപ്പോഴും ദുർഗന്ധം മൂലം കോലായിലിരിക്കാൻ കഴിയുന്നില്ലെന്ന് ആ വീട്ടമ്മ പറയുന്നു. ഇതിലൂടെ ഇറങ്ങി വന്നാണ് രാത്രി സമയങ്ങളിൽ വീട്ടിലെ മാലിന്യങ്ങളും പെരിച്ചാഴിയടക്കം ചത്ത ജീവികളെയും വലിച്ചെറിഞ്ഞ് ചീഞ്ഞ നാറ്റം ഉണ്ടാകുന്നതെന്ന് പറയുന്നു. പറ്റില്ല, ഉമ്മർത്ത് രാത്രി വാടകക്കാരൊക്കെ കൊണ്ട് ഇട്ടിട്ട് കൂട്ടിയിട്ട് വേസ്റ്റുകൾ രാത്രി കനാലിൽ മീൻ വേസ്റ്റ് അത് തോന്നുന്നുണ്ട്. ആരാന്നറിയില്ല, പെരിച്ചാതി ചത്താലും അങ്ങനെ കൊണ്ട് അമ്പറത്ത് ഇടുക പോവുക. ഒക്കെ കനാലിലേക്കാണ് ഇടുന്നത്. കനാലിലേക്ക് ഇടുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ കൊണ്ടിടുന്നുണ്ട്. ഈ പൊട്ടിയ കാരണം അവർക്ക് ഇറങ്ങാൻ എളുപ്പമാണ്. എറിഞ്ഞിട്ട് പോവുകയാണ്. മടന്നിങ്ങനെ വന്ന് കാണാൻ ഒരൊറ്റ കയറാണ്. അവർ മിണ്ടാണ്ട് പോവുകയും ചെയ്യും. പറഞ്ഞാൽ നിങ്ങളുടെയാണ് ചോദിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ പറ്റില്ല അവിടെ. ഭയങ്കര നാറ്റമുണ്ട്, ഭയങ്കര നാറ്റമാണ്. ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് മീൻ്റെ ഇറച്ചിയുടെയും വേസ്റ്റുകളും പെരിച്ചാഴിച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്ന് ശേഷി വേണ്ടി അങ്ങനെ കിഴി കെട്ടിയിട്ടാൽ പിന്നെ അത് നായകൾ വന്ന് കടിച്ചു വെച്ചിട്ട് അതിലധികം. കനാലിലേക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ വീണു എന്ന് പറഞ്ഞിട്ടു. ഒരാൾ വീണു. അത് ഞാൻ കണ്ട് നിലവിളി കുട്ടി ആൾ കൂട്ടി പിന്നെ വന്ന് തല അങ്ങനെ ചുമലിൽ ഇടിച്ചു ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ ആൾക്കാരെ കൂടി പിടിച്ചു കയറ്റി കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് വന്നു. 2 കൈയും പൊട്ടി, എല്ല് 2 കൈൻ്റെ എല്ല് പൊട്ടി. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.